ഹായ് സ്റ്റുഡൻസ്, നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററായ വാട്ടർ, ന്യൂട്രിയൻസ് ആൻഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് ഇൻ ഓർഗാനിക് ഫാമിങ്ങിലെ ഇറിഗേഷൻ ടെക്നോളജി എന്ന ഭാഗം നമ്മൾ പൂർത്തീകരിച്ചു. അതിനുശേഷം നമ്മൾ വീട്, അതായത് കളകൾ എന്താണെന്നും കളകളെ എങ്ങനെ നിയന്ത്രിക്കാമെന്നും പഠിച്ചു. നമ്മൾ ഈ ചാപ്റ്റർ അടുത്ത ഭാഗത്തേക്ക് കിടക്കുകയാണ്. അതിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് മെത്തേഡ്സ് ഓഫ് പെസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് കൺട്രോൾ മെഷേഴ്സ്, അതായത് എങ്ങനെ കീടങ്ങളെ നിയന്ത്രിക്കാമെന്നും അതുപോലെ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നും പഠിക്കുന്ന ഒരു ഭാഗമാണ് ഇത്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കീടങ്ങൾ എന്താണ്, രോഗങ്ങൾ എന്താണ്, അവയൊക്കെ എങ്ങനെ തരംതിരിച്ചിരിക്കുന്നു എന്നെല്ലാം പഠിച്ചു. നമുക്ക് ഈ ചാപ്റ്ററിൽ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് പഠിക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിനകത്ത് നമുക്കറിയാം ഈ സസ്യങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്. വെളിച്ചം ആവശ്യമുണ്ട്, അതുപോലെ വെള്ളം ആവശ്യമുണ്ട്, അതുപോലെ പോഷണങ്ങൾ ആവശ്യമുണ്ട്. ഇതൊക്കെ ഈ സസ്യങ്ങൾക്ക് ലഭിക്കുന്നത് വഴി നമുക്ക് എന്ത് ലഭിക്കുന്നു നമുക്ക് നോക്കുന്നതിന് മുമ്പ് ഈ സസ്യങ്ങളെ എങ്ങനെയൊക്കെ ഇത് ബാധിക്കാം. ആദ്യമായിട്ട് ഒന്ന് നോക്കുകയാണെങ്കിൽ കളകളും രോഗങ്ങളും ഇതിനെ ബാധിക്കാം. മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇതിനെ കീടങ്ങൾ ആക്രമിക്കാം. മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ കീടങ്ങൾ നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്ന് ക്രോപ്പിൽ തന്നെ കാണുന്ന, ഈ വിളകളിൽ തന്നെ കാണുന്ന പ്രശ്നം കാണാം. അല്ലാതെ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന, കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിച്ചു വെക്കുന്ന പ്രശ്നങ്ങൾ കാണാം. അപ്പോൾ ഇങ്ങനെ ഈ മൂന്ന്, അതായത് വീഡ്സ്, ഡിസീസ്, പെസ്റ്റ് എന്നീ മൂന്ന് പ്രധാന പ്രശ്നങ്ങളെ തരണം ചെയ്തുകൊണ്ട് വേണം ഈ വിളകൾക്ക് ഈ വെളിച്ചവും വെള്ളവും പോഷണവും ആവശ്യത്തിനെടുത്ത് വിളവുണ്ടാക്കി അത് മാർക്കറ്റിൽ വിളവിലേക്ക് എത്തിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പഠനത്തിന് മനസ്സിലാക്കാം, വിളകൾക്ക് ദോഷകരമായിട്ടിരിക്കുന്ന കളകളും കീടങ്ങളും രോഗങ്ങളുമാണ്. ഇനി ഇവയുടെ ആക്രമണം എത്രമാത്രം ആഴത്തിലാണെന്നുള്ളത് നമുക്ക് അടുത്ത ഒരു ഇതിലേക്ക് കിടക്കുമ്പോൾ മനസ്സിലാവും. നമ്മൾ പറഞ്ഞു വിളകൾ ദോഷം വരുന്ന കളകളും കീടങ്ങളും രോഗങ്ങളും. രോഗങ്ങൾ ആക്രമണം വഴി 20% വരെ നഷ്ടം സംഭവിക്കാം. അതേസമയം കളകളുടെ ആക്രമണം വഴി 45% സംഭവിക്കാം. മറ്റ് മൂന്നാമത്തെ, അതായത് കീടങ്ങൾ അല്ലെങ്കിൽ ഷഡ്പദങ്ങൾ എന്ന് പറയുന്ന സാധനങ്ങൾ വഴി 30%. ഏകദേശം 50%-ഓളം കീടങ്ങളും രോഗങ്ങൾ വഴിയും കളകൾ വഴി മാത്രം 45% നഷ്ടം സംഭവിക്കുന്നു. അപ്പോൾ ഇതിനെയൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയാണ് തരണം ചെയ്തു വേണം നമ്മൾ വിളവുണ്ടാക്കേണ്ടത്. നമുക്കറിയാം ഈ ജനസംഖ്യ വർദ്ധിച്ചു വരുന്ന കാലത്ത് ഭക്ഷ്യ ഉൽപാദനം കൂട്ടേണ്ടതുണ്ട്. പക്ഷേ കൃഷിസ്ഥലങ്ങൾ വർദ്ധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ള സ്ഥലത്ത് നിന്ന് പരമാവധി ഉൽപ്പാദിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത്. അങ്ങനെ ശ്രമിക്കാനായിട്ട് നമ്മൾ നോക്കുമ്പോഴാണ് ഈ പറയുന്ന രോഗം, കീടം, കളകളെ ശല്യമായിട്ട് തീരുന്നു. അപ്പോൾ ഇതെന്താണ് ഈ പറയുന്ന പ്രശ്നക്കാരായ കീടങ്ങളും രോഗങ്ങളും എന്താണ് കഴിഞ്ഞ നമ്മൾ ചാപ്റ്റർ പഠിച്ചു. ഇനി ആ പെസ്റ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ കീട നിയന്ത്രണം അല്ലെങ്കിൽ കീടങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് പഠിക്കുന്നതാണ് അടുത്ത ഭാഗം. എന്താണ് പെസ്റ്റ് മാനേജ്മെന്റ്? നമുക്കറിയാം എല്ലാ കൃഷി രീതിയിലും പെസ്റ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ കീടങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതിയുണ്ട്. പക്ഷെ ഓർഗാനിക് ഫാമിങ്ങിൽ കുറച്ച് വ്യത്യസ്തമാണ്. അതിൽ കാര്യങ്ങൾ നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാൽ അറിയാം. ഈ ഓർഗാനിക് ഫാമിങ്ങിലെ പെസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൾച്ചറലോ അല്ലെങ്കിൽ കാർഷികമായി, മെക്കാനിക്കൽ ഓർ ഫിസിക്കൽ, ഭൗതികമായിട്ടോ മാനുഷികമായിട്ടോ ബയോളജിക്കലായിട്ടോ ജൈവികമായിട്ടോ അല്ലെങ്കിൽ ജൈവിക പെസ്റ്റിസൈഡ് ഉപയോഗിച്ച് തന്നെയോ അല്ലെങ്കിൽ ഇവയെല്ലാം ചേർന്നുകൊണ്ടോ ഈ പറയുന്ന പ്രശ്നക്കാരായ രോഗകീടങ്ങളെ നിയന്ത്രിക്കുന്നതിനെയാണ് പെസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഏതൊക്കെ രീതിയാണെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ അടുത്ത ഇതിലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന പെസ്റ്റ് മാനേജ്മെന്റ്. ഇപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞ കാർഷികം, ഭൗതികം,
ജൈവികം എന്നിവ സാധനങ്ങൾ ഏതൊക്കെയാണ് വരുന്നതാണ് അടുത്ത് പറയുന്നത്. നമുക്ക് അടുത്തതിലേക്ക് പോകാം, ഓരോന്നായിട്ട് കിടക്കാം. അപ്പോൾ കീടങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള ഓരോ രീതികളെ നമുക്കൊന്ന് കാണാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞത് കൾച്ചറലാണ്. എന്താണ് കൾച്ചറൽ കൺട്രോൾ, അല്ലെങ്കിൽ എന്താണ് കാർഷിക രീതികൾ? കൃഷി ചെയ്യുമ്പോൾ തന്നെ അനുവർത്തിക്കുന്ന ചില രീതികളാണ് ഈ പറയുന്നത്. അതായത് ചില കീടങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി കൃഷി ചെയ്യുമ്പോൾ തന്നെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് കൾച്ചറൽ കൺട്രോൾ അല്ലെങ്കിൽ കാർഷിക രീതി എന്ന് പറയുന്നത്. നമുക്ക് ഏതൊക്കെയാന്ന് നോക്കാം. അത് പല സമയത്ത് പല രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. പ്രത്യേക സമയമെന്നില്ല. അതായത് നമ്മൾ കൃഷി ചെയ്യുമ്പോഴൊക്കെ, കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വിള നട്ടതിന് ശേഷം വിളവെടുക്കുന്നവരെ പല രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സമയങ്ങൾ ഏതെങ്കിലും സമയത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് ഈ പറയുന്നത്. ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ അല്ലെങ്കിൽ ആദ്യമായിട്ട് പറയുന്നത് യൂസ് ഓഫ് റെസിസ്റ്റന്റ് കൾട്ടിവേഴ്സ്, അതായത് പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ ഉപയോഗിക്കുക. രണ്ടാമത്തെ ക്രോപ്പ് റൊട്ടേഷൻ, വിളപരിക്രമം, വിളകളെ മാറി മാറി കൃഷി ചെയ്യുക. ഒരേ വിളകൾ തന്നെ കൃഷി ചെയ്യാതെ വിളകളെ മാറി മാറി കൃഷി ചെയ്യുക. അതാണ് വിളപരിക്രമം എന്നുദ്ദേശിക്കുന്നത്. ഇനി അടുത്ത പോയിന്റ് ടൈം ആൻഡ് മെത്തേഡ് ഓഫ് പ്ലാന്റിംഗ്, അതായത് നടീൽ രീതികളും നടീൽ സമയങ്ങളും ക്രമീകരിക്കണം. ഒരേ സമയത്ത് ചെയ്യാതെ ചെറിയ മാറ്റങ്ങൾ വരുത്തി, അതെ ഒരേ രീതി തന്നെ അനുവർത്തിക്കാതെ ചെറിയ മാറ്റങ്ങൾ വരുത്തി ചെയ്യുന്നതാണ് ടൈം ആൻഡ് മെത്തേഡ് ഓഫ് പ്ലാന്റിംഗ്. ഇനി പ്ലാൻ പോപ്പുലേഷൻ, അതായത് വിളകളുടെ ജനസംഖ്യ, നിറച്ച് വിളകൾ നിൽക്കുകയാണ്, കൂടുതൽ വിളകൾ നിൽക്കുകയാണ്. അപ്പോൾ അതിനൊന്ന് നിയന്ത്രിച്ചുകൊണ്ട് അതിൻ്റെ എണ്ണം കുറച്ചുകൊണ്ടോ കൂട്ടിക്കൊണ്ടോ, നമ്മൾ മിക്കവാറും കുറയ്ക്കുകയാണ് ചെയ്താലാണ് നമ്മൾ നിയന്ത്രിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആ പ്ലാൻ പോപ്പുലേഷൻ അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഫെർട്ടിലിറ്റി മാനേജ്മെന്റ്, വളങ്ങൾ കൊടുക്കുന്ന ക്രമീകരിച്ചാൽ നമുക്ക് ഒരു പരിധിവരെ കാർഷിക നിയന്ത്രണം സാധിക്കും. വെള്ളം, വാട്ടർ മാനേജ്മെന്റ്, കൂടുതൽ വെള്ളം കൊടുക്കാതെ അല്ലെങ്കിൽ കുറഞ്ഞ വെള്ളം കൊടുക്കാതെ ആവശ്യത്തിന് മാത്രം കൊടുക്കുകയാണെങ്കിൽ പല കീടങ്ങളെയും രോഗങ്ങളെയും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അടുത്തത് ടില്ലേജ് ആൻഡ് ഇന്റർ കൾട്ടിവേഷൻ. ടില്ലേജ് എന്ന് പറഞ്ഞാൽ പറയാം ഉഴുതുമറിക്കുക എന്നുള്ളതാണ്. ആ ഉഴുതുമറിക്കുന്ന വഴി പല കീടങ്ങളും മണ്ണിടിലൊക്കെ പല കീടങ്ങളും രോഗങ്ങളും പുറത്തു വരാം. അപ്പോൾ അത് പക്ഷിമൃഗാദികൾക്ക് ഭക്ഷണമായി തീരുകയോ അല്ലെങ്കിൽ മണ്ണിലേക്ക് വീണ്ടും അലിഞ്ഞേരുകയോ ചെയ്യാം. അതുപോലെ മറ്റൊന്നാണ് ഇന്റർ കൾട്ടിവേഷൻ, ഇടവേളയിൽ വിളകളൊക്കെ ചെയ്യുക. പല വിളകൾ ഇടവേളയായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവരെയൊക്കെ കൺട്രോൾ. അടുത്തത് ഫീൽഡ് സാനിറ്റേഷൻ, അതായത് നമുക്കറിയാം സ്ഥലം അല്ലെങ്കിൽ കൃഷിസ്ഥലം വൃത്തിയായി സൂക്ഷിക്കുക. രോഗകീടബാധയേറ്റ സസ്യങ്ങൾ തോട്ടത്തിൽ നീക്കം ചെയ്യുകയും അതുപോലെ സ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്ത ഈ അവശിഷ്ട ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാകാവുന്ന രോഗങ്ങളും കീടങ്ങളൊക്കെ നമുക്ക് ഒരു പരിധി വരെ തടയാൻ സാധിക്കും. അടുത്തത് ട്രാപ്പ് ക്രോപ്സ്, ആവരണ വിളകൾ, അല്ലെങ്കിൽ മറ്റു രീതി പറയുകയാണെങ്കിൽ കെണിവിളകൾ എന്ന് പറയാം. ആവരണ വിളകളാണ് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ഈ മണ്ണിനെ മൂടിയിരിക്കുന്ന ഒരു വിളകളാണ്. അത് കവർ ചെയ്തിരിക്കുമ്പോൾ നമുക്ക് പ്രധാന വിളകൾക്ക് ഒരു കേടുകൂടാതെ ഇവ സംരക്ഷിക്കാൻ സാധിക്കും. അതായത് പ്രധാന വിളകൾക്ക് വരുന്ന രോഗങ്ങളോ കീടങ്ങളോ ഒക്കെ ഈ ആവരണ വിളകളിൽ കയറി വന്ന് നമ്മളെ സസ്യങ്ങളെ ഒരു പരിധിവരെ സഹായിക്കാൻ സാധിക്കും. അടുത്തതായിട്ട് അവസാനമായിട്ട് വരുന്നതാണ് ഹാബിറ്റാറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ. ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ ആവാസ വ്യവസ്ഥ എന്നാണ്. ഡൈവേഴ്സിഫിക്കേഷനിൽ വൈവിധ്യവൽക്കരണം, അതായത് ആ ആവാസം വ്യത്യസ്തമായ രീതിയിൽ ഈ ആവാസ വ്യവസ്ഥ ക്രമീകരിച്ചാൽ നമുക്ക് കൾച്ചറൽ കൺട്രോളിൽ പല രീതിയിലും നിയന്ത്രിക്കാൻ സാധിക്കും. അടുത്തത് ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ കൾച്ചറൽ കൺട്രോൾ കഴിഞ്ഞു. രണ്ടാമത്തെ ഫിസിക്കൽ ആൻഡ് മെക്കാനിക്കൽ കൺട്രോൾ, ഭൗതികമായിട്ടും മാനുഷികമായിട്ടും നിയന്ത്രിക്കാവുന്നതാണ് ഇത്. അതെന്താണെന്നാണ് നമുക്ക് ആദ്യം നോക്കാം. അതായത് അന്തരീക്ഷത്തിൽ ഉള്ള ഭൗതിക ഘടകങ്ങളെ നമ്മൾ പ്രത്യേക ഉപകരണങ്ങൾ ഉപയോഗിച്ച് നമ്മുടേതായതോ അല്ലെങ്കിൽ
മെക്കാനിക്കലായതോ മാനുഷികമായ ചില ഉപകരണങ്ങൾ ഉപയോഗിച്ചോ ഉപയോഗിക്കാതെയോ ആ ഭൗതിക ഘടകങ്ങളെ ഇപ്പം നമ്മൾ കാർഷിക നിയന്ത്രണ മാർഗം കൂടിയാണ് ഇത്ര നേരം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അടുത്തതായിട്ട് നമുക്ക് രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഫിസിക്കൽ ആൻഡ് മെക്കാനിക്കൽ കൺട്രോൾ. ഭൗതികമായിട്ടും മാനുഷികമായിട്ടും നിയന്ത്രിക്കുന്ന രീതിയാണ് ഈ പറയുന്നത്. നമുക്കറിയാം അന്തരീക്ഷത്തിൽ ഇഷ്ടംപോലെ ഭൗതിക ഘടകങ്ങളുണ്ട്. ആ ഭൗതിക ഘടകങ്ങളിൽ എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ മാറ്റം വരുത്തുന്ന രീതിയാണ് ഫിസിക്കൽ അല്ലെങ്കിൽ ഭൗതിക കൺട്രോൾ എന്ന് പറഞ്ഞാൽ. മറ്റൊന്ന് മാനുഷികമായിട്ട് കീടങ്ങളെ നമ്മൾ ഒഴിവാക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന രീതിയാണ് മെക്കാനിക്കൽ കൺട്രോൾ. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. ഹാൻഡ് പിക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കീടങ്ങളും ഷഡ്പദങ്ങളും ഇഷ്ടംപോലെ നമ്മുടെ ധാന്യങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ സസ്യങ്ങളിൽ കാണപ്പെടാം. അതിനെ കൈകൾ ഉപയോഗിച്ച് മാറ്റിക്കളയുന്നതിനാണ് ഹാൻഡ് പിക്കിംഗ് എന്ന് പറയാം. മറ്റൊന്ന് രണ്ടാമത്തെ രീതി ഒരു ഉദാഹരണം എന്ന് പറഞ്ഞെങ്കിൽ ഡിസ്റപ്ഷൻ ഓഫ് പെസ്റ്റ്. നമ്മളീ പറയുന്ന പെസ്റ്റ് കീടങ്ങളെയോ ഷഡ്പദങ്ങളെയോ എടുത്തു മാറ്റി കളയുക മാത്രമല്ല, ആ മാറ്റിക്കളയുന്ന കീടങ്ങളെയും ഷഡ്പദങ്ങളെയും നശിപ്പിച്ച് കളയുകയും ചെയ്യുന്നതാണ് രണ്ടാമത്തെ രീതി. ഇനി മറ്റൊരു ഉദാഹരണമാണ് റിമൂവൽ ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ക്രോപ്പ് റെസിഡ്യൂസ്. നമുക്കറിയാം ഈ കീടങ്ങളും ഷഡ്പദങ്ങളൊക്കെ കാണപ്പെടുന്നത് സസ്യങ്ങളിലാണ്. അപ്പോൾ ഇത് വന്നിട്ടുള്ള സസ്യ അവശിഷ്ടങ്ങളെ മുറിച്ച് നശിപ്പിച്ച് കളയുന്നതാണ് മൂന്നാമത്തെ ഉദാഹരണം എന്ന് പറയാം. ഇനി മറ്റൊരു ഉദാഹരണമാണ് ഫിസിക്കൽ ബാരിയേഴ്സ്, ഭൗതിക തടസ്സങ്ങൾ സൃഷ്ടിക്കുക. നമ്മൾ എളുപ്പത്തിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ നെല്ല് വിതച്ച് അല്ലെങ്കിൽ നെല്ല് ധാന്യം വിളഞ്ഞു തുടങ്ങി കഴിയുമ്പോഴേക്കും നമ്മൾ ഒന്നെങ്കിൽ പ്രതിമ കുത്തുക, അല്ലെങ്കിൽ കാസറ്റിൻ്റെയൊക്കെ വള്ളി കെട്ടുക, ഇങ്ങനെയൊക്കെ പല രീതിയിലും പണ്ടുണ്ടായിരുന്നു. അതുപോലെ കണ്ണാടി വയ്ക്കുക. ഇങ്ങനെ കീടങ്ങൾക്കും ഈ ധാന്യങ്ങൾക്കും ഇടയിലായിട്ട് നമുക്കൊരു ഭൗതിക തടസ്സം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ആ പറയുന്ന രീതി. ഇനി ഇതിനോട് സാമ്യമുള്ള മറ്റൊരു രീതിയാണ് യൂസ് ഓഫ് ട്രാപ്പ്, കെണികൾ ഉപയോഗിക്കുക. ഇഷ്ടംപോലെ കെണികളുണ്ട്. അത് പല രീതിയിലുള്ള കെണികളുണ്ട്. വലിയ കീടങ്ങൾക്കുണ്ട്, വലിയ മൃഗങ്ങൾക്കുണ്ട്, അല്ലാത്തതിനൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളതിന് ഉള്ള രീതിയാണ് യൂസ് ഓഫ് ട്രാപ്പ്. അതിന് ഉദാഹരണങ്ങളാണ് ഒന്ന് ലൈറ്റ് ട്രാപ്പ്. അടുത്തതായിട്ട് യൂസ് ഓഫ് ട്രാപ്പ്, കെണികൾ സ്ഥാപിക്കുക അല്ലെങ്കിൽ കെണികൾ ഉപയോഗിച്ച്. ഇതിന് രണ്ട് ഉദാഹരണങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ലൈറ്റ് ട്രാപ്പും യെല്ലോ സ്റ്റിക്കി ട്രാപ്പും. ഈ ലൈറ്റ് ട്രാപ്പ് വെളിച്ചം കൊണ്ടുള്ള കെണിയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ മോത്ത്, ചീവീട് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളുണ്ട്, അവയെ നിയന്ത്രിക്കുന്നതിനും അവയെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കെണിയാണ് ലൈറ്റ് ട്രാപ്പ്. അതുപോലെ മറ്റൊന്നാണ് യെല്ലോ സ്റ്റിക്കി ട്രാപ്പ്. ഈച്ചകളുണ്ട്, ഫ്ലൈസ്. ആ വെള്ളി ഈച്ചകൾ പോലുള്ള ഫ്ലൈസിനെ ആകർഷിച്ച് കൊല്ലുന്ന ഒരു രീതിയാണ് യെല്ലോ സ്റ്റിക്ക് ട്രാപ്പ്. ഇത്രയുമാണ് ഫിസിക്കൽ ആൻഡ് മെക്കാനിക്കൽ കൺട്രോളിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കൾച്ചറൽ കൺട്രോൾ കഴിഞ്ഞു, അതിനുശേഷം ഫിസിക്കൽ ആൻഡ് മെക്കാനിക്കൽ കൺട്രോൾ കഴിഞ്ഞു. ഇനി അടുത്തതിലേക്ക് പോവുകയാണ്. അടുത്തത് ബയോളജിക്കൽ പെസ്റ്റ് മാനേജ്മെന്റ്. എന്താണ് ബയോളജിക്കൽ പെസ്റ്റ് മാനേജ്മെന്റ്? ഇപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് കാർഷിക രീതി, രണ്ടാമത് ഭൗതിക രീതി, അതിൻ്റെ ഒപ്പം തന്നെ മാനുഷിക രീതി പഠിച്ചു. ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒന്നാണ് ജൈവിക കീടനിയന്ത്രണം. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകണം. ആദ്യം എന്താണ് ജൈവിക നിയന്ത്രണ രീതി എന്ന് പഠിക്കാം. നമുക്കറിയാം ജീവജന്തുക്കൾ ഉപയോഗിച്ച് കീടങ്ങളെ നിയന്ത്രിക്കുന്നതാണ് ജൈവിക കീടനിയന്ത്രണം എന്ന് പറഞ്ഞാൽ. ഒന്നുകൂടെ പറയാം, ജീവജന്തുക്കൾ ഉപയോഗിച്ച് കീടങ്ങളെ നിയന്ത്രിക്കുന്നതാണ് ജൈവ കീടനിയന്ത്രണം എന്ന് പറയുന്നത്. ഇത് രണ്ട് തരമുണ്ട്, മാക്രോബിയലുമുണ്ട്, മൈക്രോബിയലുമുണ്ട്. ഈ പറയുന്ന, അതായത് ഈ കീടനിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന ജീവജന്തുക്കളെ ബയോ കൺട്രോൾ ഏജൻസ് എന്ന് പറയുന്നു. അതായത് ജൈവ നിയന്ത്രണകാരികൾ എന്നു പേര് നമുക്ക് വിളിക്കാം. ഒന്നുകൂടെ പറയാം, ഈ കീടനിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന ജീവജന്തുക്കളെ ജൈവ നിയന്ത്രണകാരികൾ എന്ന് വിളിക്കാം. അതിന് ഉദാഹരണങ്ങളാണ് പ്രെഡേറ്റേഴ്സ്, പാരസൈറ്റ്സ്, പതോജൻസ്. അത് മൂന്ന് നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ടാവും. പ്രെഡേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സസ്യങ്ങളെ ഒക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഭക്ഷണയോഗ്യമാക്കുന്ന ഒന്നാണ് പ്രെഡേറ്റർ. രണ്ടാമത്തെ പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ അത് സസ്യങ്ങളിൽ കയറിയിരുന്ന് അവയെ
കാർന്ന് തിന്ന് നശിപ്പിക്കുന്ന രീതിയാണ്. പതോജൻസിന് എന്നുണ്ടെങ്കിൽ ആ പതോജൻസ് അല്ലെങ്കിൽ കീടാണു എന്ന് പറയാം, അത് രോഗത്തിന് കാരണമാകുന്ന ചില ജന്തുക്കളെയാണ് പതോജൻസ് എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണമാണ് ഒന്ന് ട്രൈക്കോഗ്രമ, അതായത് റൈസ് സ്റ്റെം ബോറർ, നെല്ലിലെ തണ്ട് തുരുപ്പൻ പഴുവിന് എതിരായിട്ട് ഉപയോഗിക്കുന്ന റൈസ് സ്റ്റെം ബോറർ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കൾച്ചറൽ കൺട്രോൾ കഴിഞ്ഞു, ഫിസിക്കൽ ആൻഡ് മെക്കാനിക്കൽ കൺട്രോൾ കഴിഞ്ഞു, ബയോളജിക്കൽ കൺട്രോൾ കഴിഞ്ഞു. അടുത്തതായിട്ട് ബിഹേവിയർ കൺട്രോൾ മെത്തേഡ്സ്. അത് നമുക്കൊരു പരിചിതമല്ലാത്തൊരു നിയന്ത്രണ മാർഗമാണ്. ഇവിടെ എന്താണെന്ന് നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിറോമോൺസ്, അതായത് എക്സ്റ്റേണൽ ഹോർമോൺസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഫിറോമോൺസ് ഉപയോഗിച്ച് കെണികൾ ഉണ്ടാക്കി ഈ ഷഡ്പദങ്ങളെയൊക്കെ ആകർഷിച്ച് അവയെ നിയന്ത്രിക്കുന്ന രീതിയാണ് ഫിറോമോൺ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ. അതിനായിട്ട് സാധാരണ ഉപയോഗിക്കുന്നത് സെക്സ് ഫിറോമോൺസും അഗ്രിഗേറ്റ് ഫിറോമോൺസുമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ബിഹേവിയറൽ കൺട്രോൾ മെത്തേഡ്സ് ആണ്. അതിന് ഫിറോമോൺസ് എന്ന് പറഞ്ഞൊരു ഹോർമോണാണ് ഉപയോഗിക്കുന്നത്. അതുപയോഗിച്ച് കെണികൾ നിർമ്മിച്ച് അത് ഷഡ്പദങ്ങളെയും കീടങ്ങളെയൊക്കെ ആകർഷിച്ച് നമുക്കിവയെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു. അതിന് ഉദാഹരണം നമുക്ക് മെയിനായിട്ട് നമ്മൾ പറയുന്നത് കുക്കർ ബിറ്റ് വെജിറ്റബിൾസ്, ആ പറയുന്ന പച്ചക്കറികളിൽ ഫ്രൂട്ട് ഫ്ലൈ, അതായത് കായീച്ചകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കെണിയാണ് ക്യൂ ലുവർ ട്രാപ്പാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മുടെ കോക്കനട്ടിലെ റൈനോസറസ് ബീറ്റിൽ, കൊമ്പൻ ചെല്ലിക്കെതിരെ റൈനോ ലുവർ ട്രാപ്സ് എന്നത് ഉപയോഗിക്കാറുണ്ട്. ഇത്രയുമാണ് നിയന്ത്രണ മാർഗങ്ങൾ. നമുക്കത് അടുത്തതായിട്ട് നമുക്ക് കുറച്ച് കൊമേഴ്ഷ്യൽ വാണിജ്യപരമായിട്ട് ലഭ്യമായിട്ടുള്ള ഫിറോമോൺ കെണികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെ കീടങ്ങൾക്കെതിരാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ ഉദാഹരണങ്ങൾ തന്നെയാണിത്. റൈനോസറസ് ബീറ്റിനെതിരായിട്ട് റൈനോ ലുവർ, റെഡ് പാം വേവിൽ ചെമ്പൻ ചില്ലിക്കെതിരായിട്ട് ഫെറോ ലുവർ, റൈസ് സ്റ്റെം ബോറർ നെല്ലിലെ തണ്ട് തുറപ്പിനെതിരായിട്ട് സ്ലീവ് ട്രാപ്പ്, ബനാന റൈസോം വീവിൽ വാഴയിലെ റൈസോം വീവിലിനായിട്ട് കോസ്മോലുവർ, കുക്കർ ബീറ്റിലെ ഫ്രൂട്ട് ഫ്ലൈസ് കായീച്ചകൾക്കെതിരായിട്ട് ക്യൂലുവർ. ഇതാണ് നമ്മൾ സാധാരണ കാണുന്ന ഫിറോമോൺ. കാർഷിക മാർഗങ്ങൾ കണ്ടു, ഭൗതികവും മാനുഷികമായ നിയന്ത്രണ മാർഗങ്ങൾ കണ്ടു, ജൈവിക നിയന്ത്രണ മാർഗങ്ങൾ കണ്ടു, അതിനുശേഷം ബിഹേവിയർ കൺട്രോൾ മെത്തേഡ്സ് കണ്ടു. അപ്പോൾ ഈ മുകളിൽ പറഞ്ഞ 3-4 രീതികൾ കണ്ടിട്ടും ഇവയൊന്നും കൊണ്ടും നമുക്ക് ഈ ഷഡ്പദങ്ങളെ അല്ലെങ്കിൽ കീടങ്ങളെ നിയന്ത്രിക്കാനാവാത്തപ്പോൾ ഉപയോഗിക്കുന്ന രീതിയാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഈ മുകളിൽ പറഞ്ഞ രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കാത്ത പല ഫിസിക്കൽ, ബയോളജിക്കൽ, മെക്കാനിക്കൽ എന്നീ രീതികൾ കൊണ്ട് ഒരു പരിധി വരെയെങ്കിലും നിയന്ത്രിക്കാൻ സാധിക്കാത്ത അവസരങ്ങളിൽ നമുക്ക് പ്രശ്നമുണ്ടാക്കാത്ത അല്ലെങ്കിൽ നമുക്ക് ഉപയോഗപ്രദമാക്കാവുന്ന ഒരു പരിധി വരെ നിയന്ത്രിക്കാവുന്ന ബയോളജിക്കലും ആയ ചില പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് കീടനാശിനികൾ നിർമ്മിച്ച് നമുക്ക് ഈ പറയുന്ന കീടങ്ങളെയും മറ്റും നിയന്ത്രിക്കാൻ ശ്രമിക്കാവുന്നതാണ്. ഇതാണ് അവസാനത്തെ രീതി എന്ന് പറയുന്നത്. അതായത് ജൈവികമായ കീടനാശിനികൾ ഉപയോഗിച്ചും അതുപോലെ മറ്റ് അനുവദനീയമായ കീടനാശിനികൾ ഉപയോഗിച്ചും ഈ ഒരു പരിധി വരെ, അതായത് മറ്റു രീതികൾ, നിയന്ത്രണ മാർഗങ്ങൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്തപ്പോൾ ഉപയോഗിക്കുന്ന രീതിയാണ് ഈ പറയുന്ന യൂസ് ഓഫ് ഓർഗാനിക് പെസ്റ്റിസൈഡ് ആൻഡ് അതർ പെർമിസിബിൾ പെസ്റ്റിസൈഡ്. ഇത്രയുമാണ് നമ്മുടെ നിയന്ത്രണ മാർഗങ്ങളെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ നിയന്ത്രണ മാർഗങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി ഈ ജൈവ കൃഷിയിൽ ഈ പറയുന്ന കീടനിയന്ത്രണത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമുക്കറിയാം, എന്ത് കാര്യങ്ങളെടുത്താലും അതിന് ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. ആദ്യമായിട്ട് ഈ കീടനിയന്ത്രണത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയാം. ആദ്യമായിട്ട് റെഡ്യൂസ് കെമിക്കൽ ബീയിങ് യൂസ്, ഉപയോഗിച്ചിരുന്ന രാസപദാർത്ഥങ്ങൾ അളവ് കുറയ്ക്കാൻ സാധിക്കുന്നു. രണ്ടാമത്തെ, നമുക്കറിയാം കീടനാശിനികൾ ഉപയോഗിച്ചാൽ പ്രതിരോധശേഷിയുള്ള ഷഡ്പദങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായി വരും. അവയുടെ അളവ് ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ സാധിക്കുന്നു. മറ്റൊന്ന്, only യൂസ് കെമിക്കൽസ് ഇഫ് നെസസറി, ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഈ രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കുക. മറ്റൊന്ന്, ലോങ് ടേം ബെനിഫിറ്റ്സ്, കൂടുതൽ കാലങ്ങൾ ഗുണങ്ങൾ ലഭിക്കുന്ന
കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ഇത്രയുമാണ് പെസ്റ്റ് മാനേജ്മെന്റ് ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയുകയാണെങ്കിൽ റെഡ്യൂസ് കെമിക്കൽ ബീയിങ് യൂസ്ഡ്, അതായത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കെമിക്കലിന്റെ അളവ് അല്ലെങ്കിൽ അത് കുറയ്ക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ കീടനാശിനി ഉപയോഗിച്ച് പ്രതിരോധശേഷി ഉണ്ടാകുന്ന ഷഡ്പദങ്ങളുടെ ശതമാനം കുറയുന്നു. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കെമിക്കൽസ് ഉപയോഗിക്കുക. ലോങ് ടേം, കൂടുതൽ നാളുകൾ നിൽക്കുന്ന ബെനിഫിറ്റുകൾ മാത്രം, അതായത് ഉദാഹരണം പറയുന്നുണ്ട്, ലോവർ കോസ്റ്റ് ഓഫ് കെമിക്കൽസ്, ബെറ്റർ ഫോർ എൻവയോൺമെന്റ് ആൻഡ് ഹ്യൂമൻ ഹെൽത്ത്, മനുഷ്യന്റെ ആരോഗ്യത്തിനും അന്തരീക്ഷത്തിനും നല്ലതിനു വേണ്ടിയും അതുപോലെ തന്നെ കെമിക്കൽസിന്റെ ചെലവ് കുറവും, അങ്ങനെയുള്ള കുറെ നാളുകളിൽ നമുക്ക് ഗുണങ്ങൾ ലഭിക്കുന്ന രീതികൾ മാത്രം ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ പെസ്റ്റ് അല്ലെങ്കിൽ നിയന്ത്രണ മാർഗങ്ങൾക്ക് ഗുണങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. കീടനിയന്ത്രണത്തിന്റെ ഗുണങ്ങളെക്കുറിച്ച് നമുക്കൊരു ചർച്ച ചെയ്തു. അടുത്തതായിട്ട് കീടനിയന്ത്രണത്തിനുണ്ടാവുന്ന ദോഷങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ജൈവ കൃഷിയിലുള്ള കീടനിയന്ത്രണത്തിന്റെ ദോഷങ്ങൾ എന്താണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് എന്ത് കാര്യങ്ങൾ ചെയ്താലും എന്ത് കൃഷി ചെയ്താലും നമുക്കതിനെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഒരു രീതിക്ക് മറ്റൊരു പോം വഴി അല്ലെങ്കിൽ മറ്റൊരു പരിഹാര മാർഗം അറിയാവണം. അപ്പോൾ നമ്മൾ ഈ ജൈവ കൃഷിയിലെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കീടനിയന്ത്രണത്തിൽ ആ ചെയ്യുന്ന കർഷകന് അല്ലെങ്കിൽ ആ ചെയ്യുന്ന ഒരാൾക്ക് ഈ ഉപയോഗിക്കുന്ന കീടനിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ച് നല്ലോണം അറിവുണ്ടാവുകയും ചെയ്യണം. ഇനി അഥവാ ആ രീതി നമ്മൾ ചെയ്യുന്ന മാർഗത്തിന് പകരമായിട്ട് അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ മറ്റൊരു രീതി അല്ലെങ്കിൽ മറ്റൊരു മാർഗം അറിയേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ആ ചെയ്യുന്ന രീതിയെക്കുറിച്ച് നല്ലൊരു അറിവ് ഉണ്ടായിരിക്കണം. അതുപോലെ മറ്റൊരു പരിഹാര മാർഗം നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും വേണം. മറ്റൊന്ന്, രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ടേക്സ് മോർ ടൈം ദാൻ സിംപ്ലി സ്പ്രേയിങ് ഫോർ പെസ്റ്റ്. നമുക്കറിയാം, നമ്മൾ സാധാരണ ഒരു പെസ്റ്റ്, കീടം, ഷഡ്പദം എന്നിവയെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ സ്പ്രേ ചെയ്ത് മരുന്നടിച്ച് കളഞ്ഞു, അത് നശിച്ചു പോയി. പക്ഷേ ഈ പറയുന്ന ജൈവ കൃഷിയിലെ കീടനിയന്ത്രണം എന്ന് പറയുന്നത് നമുക്ക് ചുമ്മാ മരുന്നടിച്ച് കളയാൻ നമ്മൾ അനുവദനീയമല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ നിയന്ത്രിക്കാൻ കൂടുതൽ സമയം എടുക്കുന്നു. അപ്പോൾ ആ സമയം എടുക്കുന്ന ദോഷം കൊണ്ട് നമ്മൾ അതിനെ ഇട്ടേച്ച് പോവാതെ ആ സമയം എടുത്തതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അടുത്ത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന നല്ല റിസൾട്ട്, നമുക്ക് ഈ പറയുന്ന ജൈവ കൃഷിയിൽ നല്ലൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ നമുക്ക് കൃത്യമായി അതിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ ജൈവ കൃഷിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ അല്ലെങ്കിൽ ജൈവ കൃഷിയുടെ കീടനിയന്ത്രണത്തിൽ സസ്യങ്ങളിലോ അല്ലെങ്കിൽ ആ കീടങ്ങളിലോ എന്തൊക്കെ മാറ്റം വരുന്നത് കൃത്യമായിട്ട് നിരീക്ഷിച്ചാൽ മാത്രമാണ് നമുക്ക് അവയെ ശരിയായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. അവസാനമായിട്ട് വരുന്നത് നാച്ചുറൽ എനിമീസ് ഓഫ് പെസ്റ്റ് മേ ബിക്കം പെസ്റ്റ് ദംസെൽവ്സ്. അതായത് ഈ കീടങ്ങളുടെ പ്രകൃതിയാലുള്ള ശത്രുക്കളെല്ലാം ഈ പെസ്റ്റ്, അതായത് അതിന് തന്നെ ഒരു കീടമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഈ പറഞ്ഞതെല്ലാം തന്നെ ഈ പെസ്റ്റ് മാനേജ്മെന്റ്, അതായത് ജൈവ കൃഷിയിൽ കീടനിയന്ത്രണം കൊണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ 5-6 രീതികൾ കൊണ്ട് ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്ന ദോഷങ്ങളാണ്. ഒന്ന് ഓടിച്ചു പോകാൻ പറയാം. നമ്മൾ ആ ചെയ്യുന്ന രീതി കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതിനൊരു പരിഹാരമാർഗം മറ്റൊന്ന് നമ്മുടെ മനസ്സിലുണ്ടാവണം. അതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ വേണം. രണ്ടാമതുണ്ടെങ്കിൽ നമ്മൾ സമയം കൂടുതലൊക്കെ നിയന്ത്രിക്കാൻ. അപ്പോൾ നമ്മൾ അതുകൊണ്ട് കൃത്യമായിട്ട് അതിനെ നിരീക്ഷിക്കണം. പിന്നെ അതിന് ശേഷം പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പ്രകൃതിയാലുള്ള ചില ശത്രുക്കളുണ്ടാവും. ആ ശത്രുക്കൾ തന്നെ ഈ പറയുന്ന പെസ്റ്റായിട്ട് നമ്മുടെ സസ്യങ്ങൾക്കെതിരെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ പെസ്റ്റ് മാനേജ്മെന്റിന്റെ, അതായത് ഓർഗാനിക് ഫാമിങ്ങിലുള്ള കീടനിയന്ത്രണത്തിനുള്ള ഡിസ്അഡ്വാൻറ്റേജസ്. നമ്മൾ ഇത്രയുമാണെന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് റിവിഷൻ ചെയ്ത് നോക്കുക. നമ്മൾ നിയന്ത്രണ മാർഗങ്ങളാണ് മുഴുവൻ പറഞ്ഞത്. കാർഷിക നിയന്ത്രണം, ഭൗതിക നിയന്ത്രണം, മാനുഷിക നിയന്ത്രണം, ജൈവിക നിയന്ത്രണം, ബിഹേവിയർ നിയന്ത്രണം. ഇവയൊന്നും സാധിക്കാത്തപ്പോൾ ചില ജൈവിക കീടനാശിനികളും അതുപോലെ മറ്റ് അനുവദനീയമായ ഇൻസെക്ടിസൈഡ്സും കീടനാശിനികളും ഉപയോഗിച്ച് നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ പെസ്റ്റ് മാനേജ്മെന്റ് ഗുണങ്ങളും ദോഷങ്ങളും പറഞ്ഞു. ഇത്രയുമാണ് നമ്മുടെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും നന്ദി. താങ്ക് യു.